പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കാരണം പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായി. വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലും ജനങ്ങളോട് ഇടപെടുന്നതിലും മന്ത്രിമാർ തികഞ്ഞ പരാജയമെന്നാണ് വിമർശനം. മന്ത്രി VN വാസവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നു. CK അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ യോഗത്തിൽ മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്? മന്ത്രിമാരുടെയൊക്കെ സാന്നിധ്യത്തിലാണല്ലോ, ഈ VN വാസവൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിലാണല്ലോ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായത്. മറ്റെന്തൊക്കെയായിരുന്നു യോഗത്തിന്റെ ഉണ്ടായ കാര്യങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനും CPM നേതൃത്വം അടക്കം ഇടതുപക്ഷത്തിനുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെട്ടത് അതുമായി രംഗത്ത് വന്നത് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ കൂർലോസിന്റെ ഭാഗത്തുനിന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എവിടെയും മുഖ്യമന്ത്രി എന്നുള്ള പദം കടന്നുകൂടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെയൊക്കെ തന്നെ സജീവമായി ചർച്ച ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ CPMന്റെ വിവിധ ഘടകങ്ങളും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് പൊതുവേദിയിലടക്കം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായി എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തത് അംഗങ്ങളിൽ ചിലർ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഉന്നയിച്ചത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് വിരുദ്ധ വികാരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പാർട്ടിക്കോ സർക്കാർ നേതൃത്വത്തിനോ കഴിയാതെ പോയി. എന്തു വന്നാലും പൊതുജനം വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉണ്ടായത്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവരുടെ പ്രവർത്തനം മോശമാണ്, അവർ പൊതുജനങ്ങളോട് ഇടപെടുന്ന രീതി അവമതിപ്പ് ഉണ്ടാക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ UDF അടക്കമുള്ള കക്ഷികൾ സർക്കാരിനെതിരെ ഉയർത്തി വന്ന നിരവധി ആക്ഷേപങ്ങൾ ഉണ്ട്. അതിനെ ഒന്നും തന്നെ പ്രതിരോധിക്കാൻ തക്കതായ ശേഷിയായ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. നേതാക്കളുടെ മക്കൾ ഭരണത്തിൻ്റെ തണലിൽ കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്നു എന്നുള്ള പ്രധാന ആക്ഷേപം പാർട്ടിക്ക് വലിയ രീതിയിൽ പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഒപ്പം തന്നെ ഒരു വിഭാഗം എതിരായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള വിഷയം തന്നെയാണ്. മറ്റൊന്ന്, നവകേരള സദസ്സിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട പണപ്പിരിവിൻ്റെ കണക്കിൽ അവ്യക്തതയുണ്ടായി എന്നുള്ളത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ വിമർശനമായി തന്നെ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത ജില്ലാ നേതൃയോഗത്തിലാണ് അംഗങ്ങൾ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ ജില്ലയുടെ ചുമതലക്കാരായിട്ടുള്ള മന്ത്രി VN വാസവനും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കും ഈ ചർച്ചയുടെ ഭാഗമായി അവരുടെ സാന്നിധ്യം ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഇന്നലത്തെ നേതൃയോഗം ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം എന്ന തരത്തിൽ കണക്കാക്കപ്പെടുന്ന പ്രദേശമായിരുന്നു പത്തനംതിട്ട. അതിൽ ചില കോണുകളിൽ അവരുടെ സാന്നിധ്യവും ജനസംഖ്യയും കൂടുതലുള്ള മേഖലകളിലടക്കം ഇടതുമുന്നണിക്ക് കനത്ത രീതിയിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. ഇതടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയി എന്നും വിമർശനം വന്നു.